വണക്കം. തിരുവനന്തപുരം നഗരത്തിൽ നാളെ പൊങ്കാല നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഇത്രയും നാൾ പൊങ്കാല നടന്നുകൊണ്ടിരുന്നതും ആ പൊങ്കാലയിൽ കൈയിട്ട് വാരിക്കൊണ്ടിരുന്നതും പൊങ്കാലയിൽ ഗുണ്ടായിസം കാണിച്ചുകൊണ്ടിരുന്നതും പൊങ്കാലയിൽ പൈസ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നതും പൊങ്കാലയിൽ ഇല്ലാത്ത പൈസ ഉണ്ടെന്ന് എഴുതി വാങ്ങിച്ചുകൊണ്ടിരുന്നതും എല്ലാം CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. 45 വർഷം CPM എന്ന് പറയുന്ന പാർട്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു മുടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കട്ടബൊമ്മ മുതൽ കുട്ടിച്ചാത്തം വരെ ഉള്ളവന്മാർ ഇങ്ങ് താഴെ തൊട്ട് അങ്ങ് മുകളിൽ വരെ CPMൻ്റെ പല ഭാഗത്തും കയറി ഇരിപ്പുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദ ഫാക്ട് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് യഥാർത്ഥത്തിൽ ഇതൊരു ദുഃഖം ഉള്ള ഒരു ഫാക്റ്റാണ്. VV രാജേഷ് എന്ന് പറയുന്ന മേയറിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നല്ല രീതിയിൽ ഇത്തവണ പണിയെടുക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഇവന്മാർ ആദ്യം കുടിവെള്ളം മുടക്കിയ ശേഷം VV രാജേഷിനെതിരെ അത് തിരിച്ചുവിടാൻ, മേയർക്കെതിരെ അത് തിരിച്ചുവിടാനായിട്ട് ഇവരുടെ പെയ്ഡ് പേജുകളുണ്ട്, ഫേസ്ബുക്കിലടക്കമുള്ള പെയ്ഡ് പേജുകളുണ്ട്. ആ പെയ്ഡ് പേജുകളിലടക്കം മാറാത്തത് മാറി എന്നുള്ളത് നാറാത്തത് നാറി എന്നുള്ളതാക്കി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുടിവെള്ളമില്ല എന്ന് പറഞ്ഞ് ദേശാഭിമാനി അടക്കം ഇപ്പോൾ വാർത്തയടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസം അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആരാണ് വെള്ളം കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ പെയ്ഡ് പേജുകൾ, നമുക്കറിയാം, ഈ സിനിമാ പേജുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഇലക്ഷൻ സമയമാകുമ്പോൾ ഈ സിനിമാ പേജുകളൊക്കെ അങ്ങ് CPMൻ്റെ പേജുകളായിട്ട് മാറും. CPMൻ്റെ പേജുകളായിട്ട് മാറിയിട്ട് ഈ സിനിമാക്കാരന്മാരൊക്കെ, ഈ സിനിമാ പേജിൽ അറിയാലോ, കൂടുതലായിട്ടും നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരാണ് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേജുകൾ ഒരു സുപ്രഭാതത്തിൽ ഈ CPMൻ്റെ പേജായിട്ട് മാറിയിട്ട് അവർ ചോദിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെള്ളമില്ല, മേയർ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ ഇവിടെ വെള്ളമില്ലാതായപ്പോൾ ഇവിടെ മേയറെ കുറ്റം പറഞ്ഞില്ലേ, പിന്നെ ഇത്തവണ ഇവിടെ പുതിയ മേയർ വന്നപ്പോൾ എന്താണ് ആ മേയർക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. വെള്ളം എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ മന്ത്രി എന്ന് പറയുന്നത് റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിനെ നയിക്കുന്നതും റോഷി അഗസ്റ്റിന് വഴികാട്ടി കൊടുക്കുന്നത് CPM ആണ്. ഇതാണ് CPMൻ്റെ കൃത്യമായിട്ടുള്ള മോഡസ് ഓപ്പറാണ്ടി എന്ന് പറയുന്നത്. അതായത് എനിക്ക് തിന്നാൻ പറ്റിയില്ലെങ്കിൽ നീയും തിന്നണ്ട, ഇതാണ് CPMൻ്റെ രീതി എന്ന് പറയുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, അതായത് ഞങ്ങൾ അധികാരത്തിലുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്ന് ജനങ്ങളെ എന്ത് ചെയ്യുക, ഒരു ഗിമിക്കിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതായത് ഇവർ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അത് പരിഹരിക്കാൻ വന്ന് നിൽക്കുന്നതും ഇവർ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയിൽ കോമഡിക്ക് ഇവിടെയുള്ള ആൾക്കാരൊക്കെ എടുത്തിട്ട് ട്രോളുന്നതാണ്. അതായത് ഹിന്ദു പെൺകുട്ടിയെ വശീകരിക്കാനായിട്ട് കുറേ ഗുണ്ടകൾ വരും. ആ ഗുണ്ടകൾ വരുമ്പോൾ നായകൻ ചാടി വീണ് ആ ഗുണ്ടകളെയൊക്കെ ഇടിച്ച് നിരത്തും. ഗുണ്ടകളെ അയക്കുന്നതും നായകനാണ് എന്നൊരു സീൻ അതിനകത്തുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവന്മാരാണ്. അന്തസ്സായിട്ട് ഭരിച്ചു കൊണ്ടുപോകുന്ന VV രാജേഷ്, ഈ ഭരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ജന്മത്ത് കോർപ്പറേഷൻ ഭരണം തിരിച്ചു കിട്ടില്ല എന്ന് കൃത്യമായിട്ട് CPMന് അറിയാം. അതുകൊണ്ട് കുടിവെള്ളം മുടക്കി. അവിടെയുള്ള ജനങ്ങൾ തന്നെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇവിടെ കുടിവെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അങ്ങനെ കുടിവെള്ളം മുടങ്ങിയാൽ എന്താകും, അതൊരു സാമൂഹിക പ്രശ്നമായിട്ട് മാറും. അങ്ങനെ ഒരു സാമൂഹിക പ്രശ്നമായിട്ട് അത് മാറിയാൽ എന്തായിരിക്കും അവസ്ഥ, അത് മേയർ ഉത്തരം പറയണമെന്ന് വരും. പക്ഷേ മേയർ എന്താണ് ചെയ്തത്, മേയർ 150 ടാങ്കുകളാണ് വാട്ടർ അതോറിറ്റിയിലേക്ക് ഇറക്കി വിട്ടത്. എന്നിട്ട് ഈ ടാങ്കുകളിൽ വെള്ളം തരാൻ പറഞ്ഞ്, അതായത് യുദ്ധകാല അടിസ്ഥാനത്തിൽ പല ഭാഗത്തോട്ടും കുടിവെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ BJP ഓഫീസിലും കൂടെ ഈ കുടിവെള്ളം കൊണ്ട് കയറി. അവിടെയുള്ളത് മനുഷ്യരാണല്ലോ, അങ്ങനെ കുടിവെള്ളം കൊണ്ട് കയറിയപ്പം അതുമാത്രം പതിയിരുന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് വേറെ ഒരിടത്തും കുടിവെള്ളം എത്തിച്ചില്ല, എന്നാൽ BJP ഓഫീസിൽ മാത്രം BJP മേയർ കുടിവെള്ളം എത്തിച്ചു എന്ന് പറഞ്ഞൊരു പ്രചരണം വേറൊരു ഭാഗത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താണ് അസുഖമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണം പോയ ഒരു വെപ്രാളം, ഒരു വെവിളി എന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. കുടിവെള്ളം മുടക്കിയവന്മാർ സമ്പൂർണ്ണമായിട്ട് വാട്ടർ അതോറിറ്റി മുടക്കി. കഴിഞ്ഞ മേയർ ഉണ്ടായിരുന്നപ്പോഴും കുടിവെള്ളം മുടങ്ങിയല്ലോ, അപ്പോൾ നീ മേയറാണല്ലോ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് പല കമ്മിക്കുട്ടന്മാർ വരുമെന്ന് എനിക്കറിയാം. കഴിഞ്ഞ മേയർ LDF ആണ്, ഭരണവും LDFൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് മേയർ LDF, ഭരണവും LDF. അതുകൊണ്ട് ഈ മേയർ എന്ത് ചെയ്യണം, ഈ വാട്ടർ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരണം. രണ്ടും ഒരു ടീമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മേയർ BJP, ഭരണമെന്ന് പറയുന്നത് LDF. അതുകൊണ്ട് ഈ LDFകാരന്മാർ കുടിവെള്ളം കൊടുക്കുന്നില്ല. അതാണ് പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയുള്ള CPMൻ്റെ അടുത്ത് ചോദിക്കുന്നത് കുടിവെള്ളം തായോ എന്ന് ചോദിക്കുന്നത്. മനസ്സിലായോ? കഴിഞ്ഞ മേയറും, അതായത് ഇരുന്ന മേയറും അവിടെ ഇരുന്ന മന്ത്രിയും രണ്ടും ഒരു ടീമാണ്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കിടന്ന് വിളിക്കുമല്ലോ, അതായത് മേയറല്ലേ തിരുവനന്തപുരം ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ആലോചിക്കുന്നത് നല്ലതാണ്. അതായത് നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ, പിന്നെ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് മോദി ഒന്നും തന്നില്ല എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുന്നത്? അങ്ങനെ വിളിക്കാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇതൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയാൻ ഇറക്കിവിടുന്ന ഒരു സംഭവമാണ്, നമുക്ക് കൃത്യമായി അറിയാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. അതായത് ഈ ചുടുകട്ട മുതൽ ഈ ഓലച്ചൂട്ട് വരെ കൃത്യമായിട്ട് അതിനകത്ത് നിന്ന് കമ്മീഷൻ അടിക്കുന്ന ടീം നമ്മുടെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്കൊണ്ട് പലരും CPM ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.
ഇത്തവണ അത്തരത്തിലൊരു സംഭവം നടന്നത്. അതായത് പ്രൈവറ്റ് പാർക്കിംഗ്, നമുക്കറിയാം പ്രൈവറ്റ് പാർക്കിംഗ്. നമ്മുടെ മേയറായിട്ടുള്ള കുണുവാവ ഇരുന്ന സമയത്ത് ഇവിടെ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിന് പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് ഇല്ലാത്ത ഹോട്ടലാണ്. നടു റോഡ് എഴുതി കൊടുത്തു പാർക്കിങ്ങിന്. അപ്പോൾ അങ്ങനെ പാർക്കിങ്ങിന് നടു റോഡ് എഴുതി കൊടുക്കുമ്പോൾ ഏത് രീതിയിൽ ചിക്കിളി പോകുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ നാടായിരുന്നു നമ്മുടെ നാടെന്ന് പറയുന്നത്. ആ നാട്ടിൽ മേയറിന് ഇൻസ്പെക്ഷൻ ഇറങ്ങിയിട്ട് പ്രൈവറ്റ് പാർക്കിംഗ് കണ്ടുപിടിച്ചു. അതായത് വണ്ടികളൊക്കെ വരുമ്പോൾ പ്രൈവറ്റായിട്ട് തങ്ങളുടെ വീടും പരിസരവും ഒക്കെ പാർക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ഒരു ഓട്ടോയ്ക്ക് 400 രൂപയൊക്കെയാണ് ഇവന്മാർ വാങ്ങുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ വിഷ്വൽ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. മേയറുടെ കയ്യും കാലും പിടിക്കണം. അയ്യോ മേയർ ഒന്നും ചെയ്യില്ല, മേയർ ഞാൻ പാവമാണ് എന്നൊക്കെ പറഞ്ഞ് കയ്യും കാലും പിടിക്കുന്ന വിഷ്വൽ ഉണ്ട്, അത് കണ്ടിട്ട് വരാം. എന്റെ പൊന്നു സാറാണ് സാറ് പറഞ്ഞ അതിനപ്പുറം ഒരു വാക്ക് ചെയ്യത്തില്ല. സാറ് പറഞ്ഞ ഒരു വാക്ക് ഞാൻ നാളെ കോർപ്പറേറ്റ് ഓഫീസിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരാൻ മതിയോ? വേണ്ട സാറേ, പ്ലീസ് സാർ എഴുതണ്ട സാർ. എന്റെ പൊന്നു സാറിനാണ് എഴുതണ്ട. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അടുത്ത വി രാജേഷിനെ കൊടുക്കാനായിട്ട് ഇറക്കിയിരിക്കുന്നത് ശുചീകരണ തൊഴിലാളികളെ ക്യാൻവാസ് ചെയ്യുക. നമുക്കറിയാം ശുചീകരണ തൊഴിലാളി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്. താഴെ തട്ട് മുതൽ മുകളിൽ തട്ട് വരെ ഉണ്ട് എന്നുള്ള കാര്യം ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അവർ അതിനകത്ത് നിൽക്കുന്നത് കൊണ്ട്, അതായത് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അതിനകത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് അവർ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നട്ടുച്ചയാണെങ്കിലും പാദയാത്ര ഇതെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ശുചീകരണ തൊഴിലാളികളെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് അവധിയെടുക്കാനായിട്ട് വലിയ രീതിയിൽ പ്രേരിപ്പിക്കുന്നുണ്ട് CPM എന്ന് പറയുന്ന പാർട്ടി. അങ്ങനെ അവധിയെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ അവധിയെടുത്തു കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ ശുചീകരണം താറുമാറാകും. കാരണം 45 കൊല്ലമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരുന്നതാണ്. അതിൻ്റെ പേരിൽ ഹിറ്റാഷി, പിന്നെ അതിൻ്റെ പേരിൽ മറ്റേ പൊറോട്ടൻ ചിക്കനൊക്കെ വാങ്ങിച്ചതിനൊക്കെ ഇങ്ങനെ കമ്മീഷൻ അടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു അതിഭീകരമായിട്ടുള്ള ഇത്. പിന്നെ ആദ്യത്തെ പൊങ്കാല കുളമായി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വി രാജേഷിൻ്റെ ആ ഒരു ഇംപ്രഷൻ അങ്ങ് പോകില്ല. അതുകൊണ്ട് തന്നെ ഈ വേട്ടാവളിയന്മാർ എന്ത് ചെയ്തു? വി രാജേഷിനെ കൊടുക്കാനായിട്ട് ശുചീകരണ തൊഴിലാളികളെ കൊണ്ട് ഓഫ് എടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം വന്നപ്പോൾ ഇറങ്ങടാ സേവാഭാരതി എന്ന് പറഞ്ഞ് സേവാഭാരതി ഇറക്കിയിരിക്കുകയാണ്. 5000 പേർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ആറ്റുകാൽ പൊങ്കാല പരിസരങ്ങളെല്ലാം വൃത്തിയാക്കാനായിട്ട് ഇതുപോലെ സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങിയിട്ടുണ്ട്. സേവാഭാരതി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് ഈ ശുചീകരണ പ്രവർത്തനത്തിലല്ല സേവാഭാരതി പ്ലസ് RSS ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ അടി തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യം ഒരു കാര്യം പ്രവചിച്ചതാണ്. അതായത് ഭരിക്കാൻ സമ്മതിക്കില്ല. CPM ആണ് ഇപ്പുറത്തിരിക്കുന്നത്. കാരണം ഭരിക്കാൻ സമ്മതിക്കില്ല. CPM അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് CPM ഇപ്പോൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിൽ ഉമ്മൻചാണ്ടിയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് CPM സമ്മതിപ്പിച്ചിരുന്നില്ല. ഗെയിൽ പദ്ധതി വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള സകല മുസ്ലിങ്ങളെ മൊത്തത്തിൽ തൂണ്ടി എഴുപ്പി എന്താണ് ചെയ്തത്? നിങ്ങളുടെ വീട്ടിൻ്റെ അടിയിൽ കൂടെ ഒരു ബോംബ് കടന്നു പോവുകയാണ്, നിങ്ങളെ പൊട്ടിച്ച് ചെതറിക്കാൻ എന്നാണ് അവിടെ പ്രചരണം നടന്നത്. പോരാത്ത കഴിഞ്ഞാൽ ഹൈവേ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് പ്രചരണം? നമുക്ക് ഹൈവേ വേണ്ട എന്ന് പറയുകയും ഇവരുടെ കയ്യിൽ ഭരണം കിട്ടുമ്പോൾ ഇവർ അതെല്ലാം നടപ്പാക്കുകയും ചെയ്യും. പക്ഷേ ഇവർ അതെല്ലാം നടപ്പാക്കുകയും ചെയ്യും. അതെന്തിനാണ് ഇവർ അതെല്ലാം നടപ്പാക്കുന്നത്? ഇവർക്ക് കമ്മീഷൻ വേണം. ഇവർക്ക് ഇനി ഭരണമില്ലാതായി കഴിഞ്ഞാൽ പാർട്ടി എന്തായാലും നിലനിൽക്കണം. പാർട്ടി ചാനലുണ്ട്, പാർട്ടി പത്രമുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാരും നിലനിന്ന് പോകണം. അപ്പോൾ അതിൻ്റെ ഈ 10 കൊല്ലം കൊണ്ട് മാക്സിമം ഉണ്ടാക്കാവുന്ന അത്രയും പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 5 കൊല്ലം ഭരണമില്ലെങ്കിലും പിടിച്ച് നിൽക്കാം. പാർട്ടി ചാനലിലുള്ള പാർട്ടി അടിമകൾക്കും അന്തങ്ങൾക്കും ഒക്കെ കൃത്യമായിട്ട് ശമ്പളമൊക്കെ കൊടുത്ത് പിടിച്ച് നിൽക്കാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇനി 5 കൊല്ലം കൂടെ ഭരണം കിട്ടിയില്ലെങ്കിൽ കമ്മിമുക്ത ഭാരതമായി പോകുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇനി 5 കൊല്ലം കൂടെ ഭരണം വേണമെന്ന് പറയുന്നത്. 5 or 10 ഭരിച്ചോട്ടെ. 5 or 10 ഭരിച്ച് അത് ഇവിടെ തന്നെ പട്ടടയിൽ ഒടുങ്ങി അതിൻ്റെ ചിതാഭസ്മം അറബിക്കടലിൽ ഒഴുക്കിയിട്ടേ എനിക്ക് സ്വസ്ഥത കിട്ടൂ എന്നാണ് ഇവിടെയുള്ള ഓരോ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും അപ്പോൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊങ്കാലയ്ക്കുള്ള സകല കാര്യങ്ങളും മേയർ ചെയ്തിട്ടുണ്ട്. മേയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. വെള്ളമില്ലാത്ത സ്ഥലത്ത് ടാങ്കറിൽ വെള്ളം എത്തിച്ചിട്ടുണ്ട്. ഇത് CPM പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് ഭരിക്കാൻ സമ്മതിക്കില്ല ആരെയും. ഞങ്ങൾ അപ്പുറത്ത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരിക്കാൻ ആരെയും സമ്മതിക്കില്ല. എന്നാൽ ഞങ്ങൾ ഭരണപക്ഷത്ത് വന്നാലോ ഭരികയില്ല, ഗുണ്ടായുസവും കാണിക്കും, അതിൻ്റെ ഇടയിൽ അഴിമതിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഒന്നുമില്ല. താടിക്കിട്ട് തട്ട് വലിച്ച് കീറ് നേരെ എടുത്ത് ചിതയിലോട്ട് പോയി. ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പോളിസി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അഴുക്കുമൂട്ട പ്രസ്ഥാനം എന്തായിപ്പോയത്, പല രാജ്യങ്ങളിൽ നിന്നും പോയത്. അങ്ങനെ ഇന്ത്യയിൽ നിന്നും ഇത് പോകാൻ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിച്ചു കൊള്ളണം. അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല പോലെ ഇത്രയും വലിയൊരു മഹോത്സവത്തിനെ ഇങ്ങനെ കുളമാക്കുമ്പോൾ എന്താണ് സുഖം ഇവർക്ക്
കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരും ഇവിടെ ഭരിക്കരുത്, ഞങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയണമെന്ന് പറഞ്ഞ് പല രീതിയിലുള്ള കൊണ്ടുപിടിച്ച പ്രചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രചരണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് മേയർ മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ശരി.